മഞ്ഞുമലയിൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ അവശേഷിച്ച 33 യാത്രക്കാർ. ചുറ്റും മൂടിക്കിടക്കുന്ന കനത്ത മഞ്ഞിനു മുകളിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് തങ്ങൾക്കായുള്ള രക്ഷാപ്രവർത്തനം അധികൃതർ അവസാനിപ്പിച്ച വിവരം കൈവശമുള്ള റേഡിയോയിലൂടെ അവർ അറിഞ്ഞു. അവരുടെ മുമ്പിൽ കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല. ദാഹം കൊണ്ട് അവർക്ക് തൊണ്ട വരണ്ടു. വിശപ്പ് കൊണ്ട് കാഴ്ച മങ്ങി. ബന്ധങ്ങൾ എത്ര തന്നെ തീവ്രമാണെങ്കിലും അതിനുമപ്പുറമാണ് വിശപ്പെന്ന യാഥാർത്ഥ്യം. വിശപ്പിൻ്റെ ആന്തൽ ഉച്ചസ്ഥായിയിലെത്തിയ നിമിഷം ഞെട്ടലോടെ അവർ ഒരു സത്യം തിരിച്ചറിഞ്ഞു. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൃതശരീരമല്ലാതെ തങ്ങൾക്ക് ഭക്ഷിക്കാൻ മറ്റൊന്നുമില്ല. ആത്മസംഘർഷങ്ങളുടെ അത്യുന്നതിയിൽ നിന്ന് അപകടത്തിൽ ജീവനോടെ ബാക്കിയായവർ ആ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരുടെ മൃതശരീരം ഭക്ഷിക്കാം. ആ തീരുമാനത്തിൽ നിന്നാണ് ലോകത്തെ അമ്പരപ്പിച്ച 72 ദിവസം നീണ്ടുനിന്ന ഏറ്റവും ദീർഘമായ അതിജീവന കഥ തുടങ്ങുന്നത്. ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോയിൽ ഒരു റഗ്ബി മാച്ച് നടക്കുന്നുണ്ട്. മാച്ചിൽ പങ്കെടുക്കുവാൻ യുറുഗ്വേ സ്പോർട്സ് ക്ലബ്ബായ ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ്ബിലെ റഗ്ബി യൂണിയൻ അംഗങ്ങൾക്ക് ക്ഷണം ലഭിച്ചു. മത്സരത്തിനായി സാന്റിയാഗോയിലേക്ക് പോകുവാൻ ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് ഡാനിയൽ ജുവാൻ ഫെയർചൈൽഡ് FH227D എന്ന വിമാനം ചാർട്ട് ചെയ്തു നൽകി. കൊമേഴ്ഷ്യൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ സാമ്പത്തിക ചെലവ് കുറവായതുകൊണ്ടായിരുന്നു ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ അവർ തീരുമാനിച്ചത്. 792 മണിക്കൂർ സഞ്ചരിച്ച 4 വർഷം പഴക്കമുള്ള യുറുഗ്വേ എയർഫോഴ്സിന്റെ ഇരട്ട എഞ്ചിൻ വിമാനമായിരുന്നു അത്. 52 പേർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്ന വിമാനത്തിന്റെ കപ്പാസിറ്റി 56 ഉയർത്തുകയും കോക്ക്പീറ്റിനും പാസഞ്ചർ ക്യാബിനും ഇടയിൽ ചരക്കുകൾക്ക് കൂടുതൽ സ്ഥലം നൽകുകയും ചെയ്തുകൊണ്ട് നവീകരിച്ച ഒന്നായിരുന്നു ആ വിമാനം. 5117 മണിക്കൂർ വിമാനം പറത്തി അനുഭവ സമ്പത്തുള്ള എയർഫോഴ്സ് പൈലറ്റ് കൊളോണൽ ജൂലിയോ സീസർ ഫെറാദാസ് ആയിരുന്നു പൈലറ്റ്. സഹ പൈലറ്റായി ലഫ്റ്റനന്റ് കേണൽ ഡാൻഡെ ഹെക്ടർ ലെഗുറാരയും ഉണ്ടായിരുന്നു. 1972 ഒക്ടോബർ 12 വിമാനം യുറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടെവിഡിയോയിൽ നിന്ന് ചിലിയിലേക്കുള്ള യാത്ര തുടങ്ങി. ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ്ബിലെ റഗ്ബി യൂണിയൻ അംഗങ്ങളും അവരുടെ ബന്ധുക്കളുമായി 45 പേരാണ് യാത്രക്കാരായി ഉള്ളത്. 5 പേർ ക്രൂ അംഗങ്ങളും 19 പേർ ടീം അംഗങ്ങളുമാണ്. ബാക്കിയുള്ളവർ ടീം അംഗങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു. അർജന്റീനയിലും ചിലിയിലുമായി സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ ആൻഡീസ് പർവ്വതനിരകളുടെ മുകളിലൂടെയാണ് ഇവർക്ക് യാത്ര ചെയ്യേണ്ടത്. ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണിത്. 4000 മീറ്ററാണ് ആൻഡീസിന്റെ ശരാശരി ഉയരം. ഈ ഭാഗത്ത് എപ്പോഴും കനത്ത മഞ്ഞും കൊടും തണുപ്പുമാണ്. റഗ്ബി അംഗങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ ആൻഡീസിൽ കടുത്ത മഞ്ഞുവീഴ്ചയായിരുന്നു, ഒപ്പം കൊടുങ്കാറ്റും. അതുകൊണ്ട് തന്നെ അർജന്റീനയിലെ മെൻഡോസ എന്ന സ്ഥലത്ത് ഒരു രാത്രി തങ്ങാൻ യാത്രക്കാർ നിർബന്ധിതരായി. 29 തവണ ആൻഡീസ് പർവ്വതനിരകളുടെ മുകളിലൂടെ പറന്ന അനുഭവ പരിചയമുള്ളയാളായിരുന്നു ക്യാപ്റ്റൻ ഫെറാദാസ്. കാലാവസ്ഥ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ പിറ്റേ ദിവസം 2:15 അവർ യാത്ര തുടങ്ങി. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഇപ്പോൾ വിമാനം നിയന്ത്രിക്കുന്നത് സഹ പൈലറ്റ് ലെഗുറാരയാണ്. ഉച്ച കഴിഞ്ഞ് 3:21 8251 അടി ഉയരമുള്ള പ്ലാച്ചോൺ ചുരം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സഹ പൈലറ്റ് ലെഗുറാര മലർഗു എയർപോർട്ടിലേക്ക് സന്ദേശം അയച്ചു. ഈ സമയം ആൻഡീസ് പൂർണ്ണമായി മഞ്ഞുമൂടപ്പെട്ടതിനാൽ വിമാനം സഞ്ചരിക്കുന്ന വഴി പൈലറ്റിന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടം വിലയിരുത്തി വിമാനം പറത്താൻ പൈലറ്റിനെ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റൽ മെട്രോളജിക്കൽ കണ്ടീഷനിലായിരുന്നു വിമാനം പറന്നിരുന്നത്. നാവിഗേഷൻ സംവിധാനങ്ങളുടെ സഹായത്തോടെ വിമാനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്ലാച്ചോൺ ചുരം കടക്കുമെന്ന് സഹ പൈലറ്റ് മലർഗു എയർപോർട്ടിലേക്ക് സന്ദേശം അയക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചുരമെത്താൻ 70 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ടായിരുന്നു. നാവിഗേഷൻ സംവിധാനം പരാജയപ്പെട്ട വിവരം സഹ പൈലറ്റ് ലെഗുറാര അറിഞ്ഞിരുന്നില്ല. ഇതോടെ വിമാനവും സ്റ്റേഷനും തമ്മിലുള്ള അകലം കണക്കുകൂട്ടുന്നതിൽ പൈലറ്റിന് വലിയ പിഴവ് സംഭവിച്ചു. സന്ദേശം അയച്ചിടത്തുനിന്ന് പ്ലാച്ചോൺ ചുരത്തിലേക്ക് എത്തിച്ചേരാൻ വിമാനത്തിന് 11 മിനിറ്റുകൾ കൂടി ആവശ്യമുണ്ടെന്നറിയാതെ കോ പൈലറ്റ് സന്ദേശം അയച്ച് 3 മിനിറ്റിനുള്ളിൽ ലാൻഡ് ചെയ്യുവാനുള്ള അനുമതി തേടി. എയർ ട്രാഫിക് കൺട്രോളർ അനുമതി നൽകി. ലാൻഡിംഗ് അനുമതി നൽകുമ്പോൾ വിമാനം ആൻഡീസ് പർവ്വതത്തിന് മുകളിലൂടെ പറക്കുകയാണെന്ന വിവരം എയർ ട്രാഫിക് കൺട്രോളർ അറിഞ്ഞില്ല. നാവിഗേഷൻ സംവിധാനം പരാജയപ്പെട്ടു എന്ന വിവരം പൈലറ്റും സഹ പൈലറ്റും ശ്രദ്ധിച്ചതുമില്ല. ഈ സമയം വിമാനത്തിനുള്ളിലെ യാത്രക്കാർ പരസ്പരം തമാശകളിലും സൗഹൃദ സംഭാഷണങ്ങളിലുമായിരുന്നു. പെട്ടെന്ന് ഭീകരമായൊരു കുലുക്കമുണ്ടായി. 100 കണക്കിനടി താഴ്ചയിലേക്ക് വിമാനം കൂപ്പുകുത്തുന്നത് പോലെയുള്ള അനുഭവം. അപ്പോഴും അവർ തങ്ങളുടെ തമാശകൾ തുടർന്നു. വിമാനം അസാധാരണമായ രീതിയിൽ പർവ്വതങ്ങൾക്കിടയിലൂടെ പറക്കുന്നത് കണ്ട് തമാശകൾ നിലവിളികളായി മാറി.
തങ്ങളുടെ കണക്കുകൂട്ടൽ പിഴച്ചുവെന്ന് തിരിച്ചറിഞ്ഞ കോ പൈലറ്റ് 4200 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന പർവ്വതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സർവ്വശക്തിയും എടുത്ത് വിമാനം ഉയർത്താൻ ശ്രമിച്ചു. മുൻവശം പർവ്വതത്തിന് മുകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിലും മലമുകളിൽ ഇടിച്ച് വിമാനത്തിൻ്റെ വലതു ചിറക് മുറിഞ്ഞു. അലാം ശബ്ദം കെട്ടി യാത്രക്കാർ ഭയന്ന് നിലവിളിച്ചു. ഇതിനിടയിൽ വിമാനത്തിൻ്റെ വാൽഭാഗം മലയിലിടിച്ച് മുറിഞ്ഞു വീണു. 2 സീറ്റുകളും 3 യാത്രക്കാരും ഫ്ലൈറ്റ് അറ്റൻഡർമാരും ബാഗേജ് ഹോൾഡറുമടക്കം വിമാനത്തിൻ്റെ വാൽഭാഗം മുറിഞ്ഞു വീണിട്ടും ആ വിമാനം നിൽക്കാതെ മറ്റൊരു മഞ്ഞുമലയുടെ മുകളിലേക്ക് എത്തുകയും 2 കിലോമീറ്റർ ദൂരം അതിവേഗം മഞ്ഞുമലയിലൂടെ താഴേക്ക് പാഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് ഒരു മഞ്ഞുകൂനയിൽ ഇടിച്ചു നിന്നു. ഇതിനിടയിൽ ഇരിപ്പിടത്തിൽ നിന്ന് പലരും പുറത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ പൈലറ്റുമാരുടെ ശരീരത്തിൽ കോക്ക്പിറ്റിലെ ഉപകരണങ്ങൾ തറച്ചു കയറി. സംഭവ സമയത്തു തന്നെ പൈലറ്റ് ഫെറാദാസ് കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ സഹ പൈലറ്റ് കോക്ക്പിറ്റിൽ കുടുങ്ങി. തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് അയാൾ യാത്രക്കാരെ അറിയിക്കുകയും തന്നെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യാത്രക്കാർ അതിന് തയ്യാറായില്ല. പിറ്റേ ദിവസം അയാൾ മരണപ്പെട്ടു. വിമാനത്തിലുണ്ടായിരുന്ന 45 പേരിൽ മുറിഞ്ഞുപോയ വാൽഭാഗത്തുണ്ടായിരുന്ന 5 യാത്രക്കാരും 2 ക്രൂ മെമ്പർമാരും കൊല്ലപ്പെട്ടു. വിമാനം മലയിലിടിച്ച് 2ആയി പിളരുകയും ആളുകൾ തെറിച്ചു പോവുകയും ചെയ്തിട്ടും 45 പേരിൽ 33 പേർ അപകടശേഷവും ജീവനോടെ അവശേഷിച്ചു. എന്നാൽ അവരിൽ പലരുടെയും പരിക്ക് ഗുരുതരമായിരുന്നു. സീറ്റുകൾ ഒടിഞ്ഞു കുത്തിക്കയറി പലർക്കും മുറിവേറ്റു. ചിലരുടെ കാലുകൾ പലതവണ ഒടിഞ്ഞിരുന്നു. റഗ്ബി ടീം അംഗങ്ങളായിരുന്ന റോബർട്ടോ കനീസയും ഗുസ്താവോയും സെർബിനോയും മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. അവർ ആളുകളെ പരിശോധിച്ചു. മറ്റൊരു ടീമംഗമായിരുന്ന നാൻഡോ പറാഡോയുടെ തലയോട്ടിയിൽ ഗുരുതരമായും പൊട്ടലേറ്റിരുന്നു. കാണാതായി മണിക്കൂറുകൾക്കുള്ളിൽ ചിലിയൻ എയർ സെർച്ച് ആൻഡ് റെസ്ക്യൂ സർവീസ് അന്വേഷണം ആരംഭിച്ചു. അവസാനമായി വിമാനം റിപ്പോർട്ട് ചെയ്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആംഗിസ്റ്റൂറം മുതൽ സാന്റിയാഗോ വരെ തിരച്ചിൽ നടത്തി. വിപുലമായ തിരച്ചിലിൽ വിവരങ്ങൾ ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ആൻഡീസ് പർവ്വതനിരയിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരിടത്ത് വിമാനം തകർന്നു വീണു എന്ന അനുമാനത്തിൽ അന്വേഷണ സംഘമെത്തി. ചിലിയൻ എയർ സെർച്ച് ആൻഡ് റെസ്ക്യൂ സർവീസും ആൻഡീസ് റെസ്ക്യൂ ഗ്രൂപ്പും ചേർന്നു നടത്തിയ തിരച്ചിലിൽ ചിലി കടക്കുന്നതിന് മുമ്പ് വിമാനം തകർന്നു വീണിരിക്കാം എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നു. 2ാം ദിവസം അർജന്റീന, ചിലി, ഉറുഗ്വേ എന്നിവിടങ്ങളിൽ നിന്നുള്ള 11 വിമാനങ്ങൾ തിരച്ചിലിൻ്റെ ഭാഗമായി. ഇതിനിടയിൽ തിരച്ചിൽ നടത്തിയ സംഘം അപകടം നടന്ന സ്ഥലത്തിന് മുകളിലൂടെ പലതവണ പറന്നു. തങ്ങളെ അന്വേഷിച്ചു വരുന്ന വിമാനം കണ്ട് താഴെ നിന്ന് അപകടത്തിൽപ്പെട്ടവർ കൂട്ടത്തോടെ ബഹളം വയ്ക്കുകയും കൈവീശി കാണിക്കുകയും അലമുറയിടുകയും ചെയ്തു. രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനായി അവർ കൈവശമുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ഉപയോഗിച്ച് തകർന്നുകിടന്ന വിമാനത്തിന് മുകളിൽ സന്ദേശം എഴുതാൻ ശ്രമിച്ചു. എന്നാൽ എഴുതാൻ ആവശ്യമായ ലിപ്സ്റ്റിക് അവരുടെ കൈവശമുണ്ടായിരുന്നില്ല. ലഗേജ് ഉപയോഗിച്ച് ഒരു കുരിശ് രൂപമുണ്ടാക്കി രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും പരാജയപ്പെട്ടു. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായതുകൊണ്ട് അപകടം നടന്ന സ്ഥലത്ത് അവശേഷിച്ച ആളുകളെയോ അപകടത്തിൽപ്പെട്ട വിമാനമോ കാണാൻ തിരച്ചിൽ നടത്തിയവർക്കായില്ല. അപകടത്തിൻ്റെ സ്വഭാവവും കടുത്ത മഞ്ഞുമൊന്നിക്കുമ്പോൾ ആരും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലിൽ അപകടം നടന്ന 8ാം ദിവസം ഒക്ടോബർ 21-ന് 142 മണിക്കൂർ തിരച്ചിൽ നടത്തിയ ശേഷം ആൻഡീസ് പർവ്വതത്തിൽ തകർന്നു വീണ ഉറുഗ്വൻ വിമാനത്തിനായുള്ള തിരച്ചിൽ അധികൃതർ അവസാനിപ്പിച്ചു. മഞ്ഞുരുകിയ ശേഷം ഡിസംബറിൽ നിർത്തിവെച്ച തിരച്ചിൽ വീണ്ടും തുടരാമെന്നായിരുന്നു തീരുമാനം. അപകടത്തിനു ശേഷം ജീവനോടെ ബാക്കിയായ 33 പേരിൽ 5 പേർ ആദ്യ രാത്രിയിൽ തന്നെ മരിച്ചു. ബാക്കിയായ 28 പേർ തകർന്നു കിടക്കുന്ന വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് സീറ്റുകൾ നീക്കം ചെയ്ത് അതിൻ്റെ പ്രധാന ബോഡി ഒരു ചെറിയ ഷെഡാക്കി മാറ്റി. മഞ്ഞിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പരിധിവരെ ഇതവരെ സഹായിച്ചു. കടുത്ത തണുപ്പിനെ അതിജീവിക്കാൻ സീറ്റ് കവറുകളും തലയിണയുമൊക്കെ ഷൂവായി ഉപയോഗിച്ചു. കോക്ക്പിറ്റിനുള്ളിലെ പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഗ്ലാസുകൾ മുറിച്ച് ഇലക്ട്രിക് വയറും ബ്രാസ് ട്രാപ്പും ഉപയോഗിച്ച് വെളിച്ചം കടക്കുവാനുള്ള സംവിധാനങ്ങൾ ഇവർ ആ വിമാന ഷെഡിനുണ്ടാക്കി. റഗ്ബി ടീം ക്യാപ്റ്റൻ മാർസെലോ പെരസ് തന്നെയായിരുന്നു തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അപകടം നടന്ന് 4.5 ദിവസത്തിനു ശേഷം ഗുരുതരമായി പരിക്കേറ്റ നാൻഡോ പറാഡോയ്ക്ക് ബോധം വീണ്ടു കിട്ടി. നാൻഡോയുടെ ജീവൻ നിലനിർത്തിയത് കടുത്ത തണുപ്പ് തന്നെയായിരുന്നു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വിമാനം തകർന്നു വീണ വിവരം ബാക്കിയുള്ളവർ നാൻഡോയെ അറിയിച്ചു. മത്സരം നടക്കുമ്പോൾ തനിക്ക് പ്രോത്സാഹനം നൽകാൻ ഒപ്പം കൂട്ടിയ അമ്മയും സഹോദരിയും മരിച്ച വിവരം ഞെട്ടലോടെയാണ് നാൻഡോ തിരിച്ചറിഞ്ഞത്. അയാളുടെ 2 ആത്മാർത്ഥ സുഹൃത്തുക്കളും മരിച്ചിരുന്നു. അവശേഷിച്ചവർക്ക് ചുറ്റും കിലോമീറ്റർ ദൂരത്തിൽ മഞ്ഞു മാത്രം. എല്ലാവരും കടൽ തീരത്ത് ജീവിച്ച് പരിചയമുള്ളവരായിരുന്നു. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു മഞ്ഞു കാണുന്നതും മഞ്ഞിൽ തൊടുന്നതും. സാധാരണ വസ്ത്രങ്ങളല്ലാതെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ അവർക്ക് ചുറ്റും ഒന്നുമില്ല. ആ 28 പേർക്ക് വിശപ്പടക്കാനായി ആകെയുണ്ടായിരുന്നത് 8 ചോക്ലേറ്റ് ബാറുകളും 3 ചെറിയ ജാം ജാറുകളും കുറച്ച് മിഠായിയും 1 ടിൻ ബദാമും കുറച്ച് ഈന്തപ്പഴങ്ങളും മാത്രമായിരുന്നു.
അത് എല്ലാം കൂടി അവരുടെ ഒരു നേരത്തെ വിശപ്പടക്കാൻ തികയുമായിരുന്നില്ല. ഈ അപകടത്തിന് മുമ്പ് അവർ മലകളും മഞ്ഞും കണ്ടിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭൂപ്രദേശത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെടുത്താൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിൽ കൈവശമുണ്ടായിരുന്ന ചോക്ലേറ്റും ബദാമും കഴിച്ച് അവർ ദിവസങ്ങൾ മുന്നോട്ട് നീക്കി. നാൻഡോ പറാഡോ തനിക്ക് ലഭിച്ച ചോക്ലേറ്റിൽ പൊതിഞ്ഞ ഒരു കടല കഴിച്ചത് 3 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. അപകടം നടന്ന 10ാം ദിവസം തകർന്ന എയർക്രാഫ്റ്റിൽ നിന്ന് അവർക്കൊരു റേഡിയോ ലഭിച്ചു. ഒരു വയർ കണ്ടെത്തി ആന്റിന ഉണ്ടാക്കി അവർ ആ റേഡിയോ പ്രവർത്തിപ്പിച്ചു. അപകടത്തിന് ശേഷം പുറം ലോകവുമായി അവർക്കുണ്ടായ ആദ്യത്തെ ബന്ധം. പ്രതീക്ഷയോടെ വാർത്ത കേട്ടവർ പെട്ടെന്ന് നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളപ്പെട്ടു. തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് എല്ലാവരും മരണപ്പെട്ടു എന്ന് കരുതി റഗ്ബി ടീം സഞ്ചരിച്ച വിമാന അവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതായിരുന്നു അത്. വാർത്ത കേട്ടവർ കൂട്ടത്തോടെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കടുത്ത നിസ്സഹായതയിൽ അവരുടെ ഹൃദയത്തിൽ സങ്കടം അണപൊട്ടി. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ, -35 ഡിഗ്രി തണുപ്പിൽ പ്രതിരോധ മാർഗങ്ങളൊന്നുമില്ലാതെ അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു ഇതുവരെ മുന്നോട്ട് നയിച്ചത്. ഇപ്പോൾ ഇതാ ആ പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്നു. ലോകം ജീവിച്ചിരിക്കുന്ന ആ 27 പേരെ മരിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നു. ആയുസ് ബാക്കിയാവുകയും ജീവൻ നിലനിർത്താൻ മാർഗങ്ങളൊന്നുമില്ലാതിരിക്കുകയും ചെയ്യുന്ന ദയനീയ അവസ്ഥയിലേക്ക് അവർ പൊടുന്നനെ വീണുപോയി. പക്ഷേ ഒരാൾ മാത്രം ഈ അവസ്ഥയിൽ ദുഃഖിച്ചില്ല. അത് 21കാരനായിരുന്ന റഗ്ബി ടീം അംഗം നാൻഡോ പറാഡോ ആയിരുന്നു. അയാൾ മാത്രം ഉറക്കെ ചിരിച്ചു. തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ ആഴം യഥാർത്ഥത്തിൽ അയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ നിമിഷം അയാളുടെ നേതാവ് ജന്മം കൊണ്ടു. രക്ഷിക്കാൻ ആരും വരില്ലെന്നും നമ്മൾ സ്വയം രക്ഷപ്പെടണമെന്നും അതിജീവിച്ചവരോടായി അയാൾ പറഞ്ഞു. കൈവശമുണ്ടായിരുന്ന ചോക്ലേറ്റും ബദാമും വളരെ നിയന്ത്രിച്ചുപയോഗിച്ചെങ്കിലും ഒരാഴ്ചയിൽ കൂടുതൽ അത് അവശേഷിച്ചില്ല. ഭക്ഷണം തീർന്നപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവർ വിമാനത്തിൻ്റെ ഇരിപ്പിടങ്ങളിലെ പഞ്ഞിയും ഷൂവിലെയും ബെൽറ്റിലെയും ലെതറും കഴിച്ചു. ഇതവരെ രോഗികളും അവശരുമാക്കി തീർത്തു. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പോൾ അവർ മഞ്ഞുകട്ടകൾ വായിലിട്ട് അലിപ്പിച്ച് കഴിക്കാൻ തുടങ്ങി. തുടർച്ചയായി ഇങ്ങനെ ചെയ്തത് മൂലം അവരുടെ വായിൽ വലിയ മുറിവുകളുണ്ടായി. വിശപ്പെന്ന യാഥാർത്ഥ്യം ഓരോ നിമിഷവും തീക്ഷ്ണമായി വന്നു. തണുപ്പ് കൂടുന്നതിനനുസരിച്ച് വിശപ്പും കൂടി. ജീവനുള്ളതും കഴിക്കാൻ പറ്റുന്നതുമായ ഒരു വസ്തുവും ചുറ്റിലുമില്ല. ഒരു രാത്രിയിൽ കലിത്തോസ് നാൻഡോയോട് പറഞ്ഞു, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല, ചോക്ലേറ്റും തീർന്നു, എനിക്ക് വിശക്കുന്നു. നാൻഡോ പറഞ്ഞു, കലിത്തോസ്, ഞാൻ പൈലറ്റിനെ തിന്നാൻ പോകുന്നു. കലിത്തോസ് അമ്പരപ്പെട്ടു. അപകടമുണ്ടാക്കിയതിൻ്റെ ദേഷ്യത്തിലാണ് നാൻഡോ അത് പറഞ്ഞതെന്നായിരുന്നു കലിത്തോസ് കരുതിയത്. എന്നാൽ അതിവേഗം നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നു. പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും അടക്കം ജീവൻ നിലനിർത്താൻ ആവശ്യമായവ ലഭിക്കാൻ മരിച്ചു കിടക്കുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൃതശരീരം ഭക്ഷിക്കാം. അതിജീവിക്കാൻ ഇത് മാത്രമാണ് മാർഗമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആത്മസംഘർഷങ്ങളുടെ അത്യുന്നതിയിൽ നിന്ന് അതിജീവിക്കാൻ മരിച്ചവരുടെ ശരീരങ്ങൾ ഭക്ഷിക്കാൻ അവർ കൂട്ടായി തീരുമാനമെടുത്തു. ജീവിച്ചിരിക്കുന്നവർ മരിച്ചാൽ തങ്ങളുടെ ശരീരം ഭക്ഷിക്കുവാനുള്ള അനുമതി അവർ പരസ്പരം നൽകി. ശരിയോ തെറ്റോ എന്ന് നിർവചിക്കാനാവാത്ത വിധം സങ്കീർണമായൊരു തീരുമാനം. പച്ച മനുഷ്യമാംസം ഭക്ഷിക്കുക എന്നത് സംഘത്തിലെ ബഹുഭൂരിപക്ഷത്തിനും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം ഭക്ഷിക്കാൻ അവർ വിസമ്മതിച്ചു. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യില്ലെന്ന് അവരിൽ പലരും വാശി പിടിച്ചു. വിയോജിപ്പുകളെ മറികടന്ന് തകർന്ന വിൻഷീൽഡ് ഉപയോഗിച്ച് റോബർട്ടോ കനീസ ഒരു കഷ്ണം മനുഷ്യമാംസം മുറിച്ചെടുത്തു. കഴിക്കാൻ മടിച്ചവർക്കും എതിർത്തവർക്കും മുമ്പിൽ ഒരു തീപ്പെട്ടിയുടെ വലുപ്പത്തിലുള്ള മനുഷ്യമാംസത്തുണ്ട് ഒരുമിച്ച് വിഴുങ്ങി അയാൾ മാതൃക കാണിച്ചു. തുടക്കത്തിൽ പേശികളും കൊഴുപ്പും ചർമ്മവും കഴിക്കാൻ തീരുമാനിച്ചിരുന്ന അവർ വിശപ്പ് അനിയന്ത്രിതമായപ്പോൾ ഹൃദയവും ശ്വാസകോശവും തലച്ചോറും വരെ ഭക്ഷിച്ചു. മറ്റുള്ളവർ തൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ ഭക്ഷിക്കാതിരിക്കാൻ പറാഡോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രിയപ്പെട്ടവരുടെ ശരീരം ആഹാരമാക്കുന്നതിനെ അതിജീവിതർ 2 രീതിയിലായിരുന്നു സമീപിച്ചത്. ക്രിസ്ത്യാനികളായ തങ്ങൾ മനുഷ്യമാംസം കഴിക്കുന്നത് നാശത്തിന് കാരണമാകുമെന്ന് ഭയപ്പെട്ടവരായിരുന്നു ഒരു കൂട്ടർ. മറ്റൊരു വിഭാഗം ഈ പ്രക്രിയയെ യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രക്തവും മാംസവും പങ്കുവെച്ച് നൽകിയതിനോട് ഉപമിച്ചു. അതിനായി അവർ യോഹന്നാൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചു. അവൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ഇതിലും വലിയ ഒരു സ്നേഹം മനുഷ്യനില്ല എന്നതായിരുന്നു അത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജീവൻ നിലനിർത്താൻ എല്ലാവരും പ്രിയപ്പെട്ടവരുടെ ശരീരം ഭക്ഷിച്ചു തുടങ്ങി, 2 പേർ ഒഴികെ. നുമ്മ തുർക്കാട്ടിയും പിന്നെ സംഘത്തിൽ അവശേഷിച്ചിരുന്ന ഒരേ ഒരു വനിത ലിലിയാനയുമായിരുന്നു അത്. ലിലിയാന തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മാംസം കഴിക്കാൻ വിസമ്മതിച്ചു.
എന്നാൽ സംഘത്തിൽ ബാക്കിയുള്ളവർ ഈ മാംസഭോജനം വിശുദ്ധ കുർബാനയോട് ഉപമിച്ച് കഴിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മനസ്സില്ലാ മനസ്സോടെ ലിലിയാനയും മൃതദേഹം ഭക്ഷിച്ചു. എന്നാൽ നുമ്മ മനുഷ്യമാംസം കഴിക്കാൻ ഒരിക്കലും തയ്യാറായില്ല. അതിജീവനത്തിൻ്റെ 18-ാം ദിവസം 1972 ഒക്ടോബർ 29 അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സംഘത്തിന് മുകളിലേക്ക് ശക്തമായൊരു ഹിമവാതമുണ്ടായി. മഞ്ഞിനെ പ്രതിരോധിക്കാൻ അവർ ഒരുക്കിയ വിമാന ഷെഡിന് മുകളിൽ 3 അടി കനത്തിൽ മഞ്ഞു മൂടി. വായുവും വെളിച്ചവും കടക്കാതെ 27 മനുഷ്യരടങ്ങുന്ന ആ ഷെഡ് മഞ്ഞിൽ കുഴിച്ചു മൂടപ്പെട്ടു. അവർക്ക് ശക്തമായ ശ്വാസമുട്ടലുണ്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ അവരിൽ 8 പേർ ശ്വാസം മുട്ടി മരിച്ചു. ബാക്കിയുള്ളവർ കൂടി മരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നാൻഡോ പരാഡോ കയ്യിൽ കിട്ടിയ മൂർച്ചയുള്ള ലോഹം ഉപയോഗിച്ച് മഞ്ഞ് നീക്കം ചെയ്യാൻ നോക്കി. തുടർച്ചയായി 3 ദിവസം അവർ വിമാന ഷെഡിനുള്ളിലിരുന്നു കൊണ്ട് മഞ്ഞ് നീക്കം ചെയ്യാൻ ശ്രമിച്ചു. ഒക്ടോബർ 31 ആയപ്പോൾ 3 അടി കനത്തിൽ മൂടിയ മഞ്ഞ് നീക്കം ചെയ്ത് പുറത്തേക്ക് ഒരു ദ്വാരമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് പുറത്തിറങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. കടുത്ത ഹിമപാതത്തോടെ അവർ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം ഈ മഞ്ഞുമലകളിലൂടെ നടന്ന് മനുഷ്യവാസമുള്ളിടത്തെത്തുക എന്നു മാത്രമാണ്. നാൻഡോ പരാഡോയായിരുന്നു ആ ആശയം മുന്നോട്ട് വെച്ചത്. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലാകുമെന്നും അതുകൊണ്ട് മഞ്ഞുമല താണ്ടണമെന്നും അയാൾ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തി. പക്ഷെ നാൻഡോയെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇനി തുടർന്നാൽ അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹം ഭക്ഷിക്കേണ്ടി വരുമെന്നും ഭയന്നിട്ടാണ് നാൻഡോ ഇങ്ങനെ പറയുന്നത് എന്ന് ബാക്കിയുള്ളവർ തമാശയായി പറഞ്ഞു. മഞ്ഞു മൂടിയ പർവ്വതങ്ങൾക്കുമപ്പുറം മനുഷ്യവാസമുള്ള സ്ഥലം വളരെ അടുത്താണെന്നായിരുന്നു അവരിൽ പലരും കരുതിയിരുന്നത്. തങ്ങളെ തേടി ഇനി ആരും വരില്ലെന്ന തിരിച്ചറിവിൽ മഞ്ഞുമലകൾ താണ്ടി മനുഷ്യരുള്ളയിടത്തെത്തി അപകട വിവരം അറിയിക്കുവാൻ അവർ തീരുമാനിച്ചു. യാത്രയ്ക്കായി റോബർട്ടോ കനീസയും നാൻഡോ പരാഡോയും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂട്ടത്തിലെ ഏറ്റവും കായികക്ഷമതയുള്ള ആളുകൾ ഇവരായിരുന്നു. തങ്ങൾ കഴിക്കുന്ന മാംസത്തിൻ്റെ വലിയ പങ്ക് കനീസയ്ക്കും പരാഡോയ്ക്കും നൽകി അവരുടെ ആരോഗ്യം കൂടുതൽ വർദ്ധിപ്പിച്ച് സംഘത്തിലുള്ളവർ ഇരുവരെയും യാത്രയ്ക്കായി ഒരുക്കി. രാത്രികാലങ്ങളിൽ മഞ്ഞിനെ പ്രതിരോധിക്കാൻ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ ഉപയോഗിച്ച് സ്ലീപ്പിംഗ് ബാഗ് നിർമ്മിച്ചു. ആ ബാഗ് നിർമ്മിക്കുവാൻ നേതൃത്വം നൽകിയത് കാർലോസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വാനിറ്റി ബാഗിൽ നിന്ന് ലഭിച്ച തയ്യൽ കിറ്റ് ഉപയോഗിച്ചായിരുന്നു സ്ലീപ്പിംഗ് ബാഗ് തയ്ച്ചത്. കാർലോസ് മറ്റുള്ളവരെയും തയ്ക്കാൻ പഠിപ്പിച്ചു. എല്ലാവരും ചേർന്ന് യാത്ര പോകുന്നവർക്ക് ഉപയോഗിക്കുവാനായി സ്ലീപ്പിംഗ് ബാഗ് തയ്യാറാക്കി. സ്ലീപ്പിംഗ് ബാഗ് പൂർത്തിയായ അന്ന് അപകടം നടന്ന 60-ാം ദിവസമായിരുന്നു നുമ്മ തുർക്കാട്ടി മരിക്കുന്നത്. മരണം വരെയും നുമ്മ മനുഷ്യമാംസം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. മരിക്കുമ്പോൾ നുമ്മയുടെ ശരീരഭാരം 25 കിലോ ആയിരുന്നു. അതിജീവിക്കാൻ കഴിയാതെ പോയ അവസാനത്തെ ഇരയായിരുന്നു അയാൾ. നുമ്മയുടെ മരണം ബാക്കിയുള്ളവരെ കൂടുതൽ ഭയചകിതരാക്കി. സഹായമന്വേഷിച്ച് ഇനിയും പോയില്ലെങ്കിൽ തങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് മരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും റോബർട്ടോ കനീസയ്ക്ക് ഈ യാത്രയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ദിക്കറിയാതെ ഇത്രയും ദൂരം താണ്ടി പുറം ലോകത്തെത്തി വിവരമറിയിക്കുക എന്നത് പരാജയപ്പെടാൻ സാധ്യതയുള്ളൊരു പ്ലാനായി അവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തോന്നി. യഥാർത്ഥത്തിൽ ഈ യാത്രയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത് നാൻഡോ പരാഡോയ്ക്കായിരുന്നു. ഇതല്ലാതെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. യാത്രയിൽ തനിക്കൊപ്പം വരാൻ നാൻഡോ പരാഡോ സുഹൃത്തുക്കളെ നിർബന്ധിച്ചു. ആരും ക്ഷണം സ്വീകരിക്കാത്തതിനെ തുടർന്ന് പരാഡോ യാത്രയ്ക്കിറങ്ങി. പരാഡോ മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോൾ കനീസ ഒപ്പമെത്തി. ഇരുവർക്കുമൊപ്പം വിൻസെൻറ്റും ഇറങ്ങി. യാത്രാമധ്യേ കഴിക്കാനായി സോക്സിൽ പൊതിഞ്ഞ് അവർ മനുഷ്യമാംസമെടുത്തു. യാത്ര തുടങ്ങിയ മൂവർ സംഘം വിമാന ഷെഡിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ വിമാനം തകർന്നയിടത്തെത്തി. അതിനുള്ളിൽ ഒരു പെട്ടി ചോക്ലേറ്റും 3 ഇറച്ചിപ്പാറ്റികളും ഒരു കുപ്പി റമ്മും സിഗരറ്റുമൊക്കെ അവർ കണ്ടെത്തി. അന്നു രാത്രി അവർ വിമാനത്തിൻ്റെ വാൽഭാഗത്ത് അഭയം തേടി. വിമാനം തകർന്നയിടത്തുനിന്ന് പിറ്റേന്ന് അവർ യാത്ര തുടർന്നു. അപകടമുണ്ടായി 62-ാം ദിവസം 1972 ഡിസംബർ 12-നായിരുന്നു പരാഡോയും സംഘവും മല കയറി തുടങ്ങിയത്. മല കയറി പരിചയമുണ്ടായിരുന്നില്ല എങ്കിലും പർവ്വതം കുത്തനെ കയറാതെ ചെരുവുകൾ പിന്തുടർന്നായിരുന്നു അവരുടെ യാത്ര. യാത്രയിലുടനീളം ഓക്സിജൻ ദൗർലഭ്യമുണ്ടായിക്കൊണ്ടിരുന്നു. സ്ലീപ്പിംഗ് ബാഗുകൾ രാത്രിയിൽ അവർക്ക് രക്ഷയായി വന്നു. വിമാന ഷെഡിലുള്ളവർക്ക് 3 ദിവസം സംഘത്തിൻ്റെ യാത്ര കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കാലിന് ഗുരുതരമായി മുറിവുണ്ടായതിനാൽ വിൻസെൻറ്റിന് യാത്ര തുടരാൻ കഴിഞ്ഞില്ല. അയാൾ തിരിച്ച് വിമാന ഷെഡിലേക്ക് മടങ്ങി. കനീസയും പരാഡോയും തങ്ങളുടെ യാത്ര തുടർന്നു. വിചാരിച്ചതിൽ നിന്ന് എത്രയോ ദുഷ്കരമാണ് ഈ യാത്രയെന്ന് ദിവസങ്ങൾ കഴിയുന്തോറും അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. നടക്കുംതോറും കനീസയ്ക്കും പരാഡോയ്ക്കും മുന്നിൽ മഞ്ഞുമൂടിയ മലകൾ കൂടുതൽ ദൃശ്യമായി തുടങ്ങി. കടുത്ത നിരാശയിൽ നിന്ന് പരാഡോ പറഞ്ഞു, ഒരു പക്ഷേ നമ്മൾ നടന്നടുക്കുന്നത് മരണത്തിലേക്കായിരിക്കാം. എന്നാൽ മരണം എന്നിലേക്ക് എത്തും വരെയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല.
മറുപടിയായി കനീസ പറഞ്ഞു, നാൻഡോ, നമ്മൾ സുഹൃത്തുക്കളാണ്, നമുക്ക് ഒരുമിച്ച് മരിക്കാം. അപ്പോൾ പറാഡോയും കനീസയും തങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് 7 ദിവസം പിന്നിട്ടിരുന്നു. തലേ ദിവസം മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട താഴ്വാരം ലക്ഷ്യമാക്കി അവർ നടന്നു. ക്രമേണ അവർക്ക് മുൻപിൽ മനുഷ്യജീവിതത്തിൻ്റെ അടയാളങ്ങൾ ഓരോന്നായി കണ്ടു തുടങ്ങി. ഒടുവിൽ 9-ാം ദിവസം അവർ കുറച്ച് പശുക്കളെ കണ്ടു. അപ്പോഴേക്കും ഒരടി കൂടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത തരത്തിൽ കനീസ തളർന്നു പോയിരുന്നു. ഇപ്പോൾ അവർ ഉള്ളത് ഒരു നദിക്കരയിലാണ്. നദിയുടെ മറുകരയിൽ കുതിരപ്പുറത്തൊരാൾ. കനീസയാണ് അയാളെ ആദ്യം കണ്ടത്. 10 ദിവസമെടുത്ത് 70 കിലോമീറ്റർ നടന്ന് 2 മാസങ്ങൾക്ക് ശേഷം ഇതാ അവർ മനുഷ്യവാസമുള്ള ഒരിടത്തെത്തിയിരിക്കുന്നു. അവശതയുടെയും ദൈന്യതയുടെയും ഏറ്റവും അങ്ങേയറ്റത്തു നിന്ന് അവരുടെ ഹൃദയം ആവേശം കൊണ്ട് തുടിച്ചു. ആശ്വാസം കൊണ്ട് ശാന്തമായി. മറുകരയിലുള്ളവരോട് പറാഡോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും നദിയിലെ ശബ്ദം അവരുടെ ആശയവിനിമയം അസാധ്യമാക്കി. എന്നാൽ മറുകരയിൽ ഉണ്ടായിരുന്നയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന പെൻസിലും പേപ്പറും ഒരു കല്ലിൽ കെട്ടി പറാഡോയ്ക്കും കനീസയ്ക്കും എറിഞ്ഞുകൊടുത്തു. ആ പേപ്പറിൽ പറാഡോ ഇങ്ങനെ കുറിച്ചു: ഞാനൊരു ഉറൂഗ്യക്കാരനാണ്. മലനിരകളിൽ തകർന്നു വീണ ഒരു വിമാനത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. 10 ദിവസമായി ഞങ്ങൾ യാത്ര ചെയ്യുന്നു. മുറിവേറ്റ 14 സുഹൃത്തുക്കൾ അവിടെയുണ്ട്. ഞങ്ങൾക്ക് രക്ഷപ്പെടണം, പക്ഷേ എങ്ങനെയെന്നറിയില്ല. ഞങ്ങൾക്ക് വിശക്കുന്നു, ഭക്ഷണമില്ല. ഞങ്ങൾ വളരെ ദുർബലരാണ്, നടക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് എന്നായിരുന്നു അതിൽ കുറിച്ചിരുന്നത്. കത്ത് വായിച്ചപ്പോൾ കഴുതിയെ പരിപാലിക്കുന്ന ജോലി ചെയ്യുന്ന സെർജിയോ കാറ്റലൻ ആഴ്ചകൾക്ക് മുമ്പ് തൻ്റെ സുഹൃത്ത് ആൻഡിസിൽ തകർന്നു വീണ വിമാനത്തെക്കുറിച്ച് സംസാരിച്ചു തോർത്തു. തൻ്റെ സുഹൃത്ത് പറഞ്ഞ വിമാനാപകടം അതിജീവിച്ചവരാണ് ഇവരെങ്കിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. സെർജിയോ കാറ്റലൻ അവർക്ക് കഴിക്കുവാൻ ഭക്ഷണവും കുളിക്കാനും വിശ്രമിക്കുവാനുള്ള സൗകര്യവും നൽകി. അന്നേക്ക് അവർ കുളിച്ചിട്ട് 72 ദിവസം പിന്നിട്ടിരുന്നു. കനീസയും പറാഡോയും പുറം ലോകത്തെത്തിയതോടെ ഉറൂഗ്യൻ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടവർ ജീവനോടെ ബാക്കിയുണ്ടെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. ചിലിയൻ എയർഫോഴ്സിൻ്റെ 3 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി അപകടം നടന്നിടത്തേക്ക് പറന്നു. മുന്നിലിരുന്ന് പറാഡോ വഴികാട്ടി. 1972 ഡിസംബർ 22 ഉച്ച കഴിഞ്ഞ് 2 ഹെലികോപ്റ്ററുകൾ അപകട സ്ഥലത്തെത്തി. ആ ഹെലികോപ്റ്റർ കണ്ടപ്പോൾ മനോഹരമായ 2 പക്ഷികളെ പോലെയാണ് തനിക്ക് തോന്നിയതെന്ന് കലിത്തോസ് പറഞ്ഞു. ഉയരവും ഭാരവും കണക്കിലെടുത്ത് 2 ഹെലികോപ്റ്ററുകളായി അതിജീവിച്ചവരിൽ പകുതി പേരെ മാത്രമായിരുന്നു ആദ്യ ദിനം പുറം ലോകത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. ബാക്കിയുള്ളവർ ഒരു രാത്രി കൂടി അവിടെ കഴിയേണ്ടി വന്നു. 2ാമത്തെ ഹെലികോപ്റ്റർ പിറ്റേന്നെത്തി അവശേഷിച്ചിരുന്നവരെ കൂടി രക്ഷപ്പെടുത്തി. മഞ്ഞിനോടും പ്രകൃതിയോടും ജീവിതത്തോടും മല്ലടിച്ച് 45 പേരിൽ ബാക്കിയായ 14 പേരെ 72 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 23 രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ ശരീരാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കേണ്ടത് അർജന്റീനയുടെ മണ്ണിൽ നിന്നായതിനാൽ അർജന്റീനയുടെ തീരുമാനം വരും വരെ മൃതദേഹങ്ങൾ അവിടെ ഉപേക്ഷിക്കാൻ ചിലിയൻ രക്ഷാപ്രവർത്തകർ തീരുമാനിച്ചു. മടങ്ങിപ്പോകും മുമ്പ് അവർ മൃതദേഹം ചിത്രീകരിക്കുകയും അപകടസ്ഥലം മാപ്പ് ചെയ്യുകയും ചെയ്തു. മൃതദേഹം ഭക്ഷിച്ച വിവരം കുടുംബാംഗങ്ങളെ മാത്രം അറിയിക്കാമെന്നായിരുന്നു രക്ഷപ്പെട്ടവർ തീരുമാനിച്ചത്. ജീവിതം അവസാനിച്ചെന്നു കരുതിയിടത്തുനിന്നും തിരിച്ചു വന്ന സന്തോഷത്തിൽ തങ്ങളുടെ അതിജീവന കഥ പറയാൻ ഡിസംബർ 26 രക്ഷപ്പെട്ട 16 പേർ ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിനിടയ്ക്ക് ശക്തമായ ചോദ്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അതിലേറ്റവും നിർണായകമായത് കഴിഞ്ഞ 72 ദിവസം നിങ്ങൾ എന്തു ഭക്ഷിച്ചു എന്നതായിരുന്നു. കനീസ മറുപടി പറഞ്ഞു തുടങ്ങിയെങ്കിലും ഞങ്ങൾ അതിന് ഉത്തരം പറയാൻ പോകുന്നില്ലെന്നായിരുന്നു നാൻഡോയുടെ മറുപടി. ഇതോടെ അതിജീവിതർ എന്തു ഭക്ഷിച്ചു എന്നത് സംശയാസ്പദമായി ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. അതിജീവിക്കാനായി അവർ സുഹൃത്തുക്കളെ കൊന്നു തിന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാതി തിന്ന മനുഷ്യന്റെ 2 കാലുകളുടെ ചിത്രങ്ങൾ ചിലിയൻ പത്രങ്ങളുടെ മുൻ പേജിൽ അച്ചടിച്ചു വന്നു. അതിജീവനത്തിന് പിന്നിലെ ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളെന്ന നിലയിൽ നരഭോജന വാർത്ത സജീവ ചർച്ചയായി. തങ്ങൾക്കിടയിൽ പരസ്പരം ഭക്ഷിക്കുവാൻ അനുവദിച്ചിരുന്ന അലിഖിത ഉടമ്പടിയെക്കുറിച്ച് അതിജീവിച്ചവർക്ക് ഒടുവിൽ വ്യക്തമാക്കേണ്ടി വന്നു. ഇതോടെ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അവരുടെ പ്രവൃത്തിയെ ലോകം ഉൾക്കൊണ്ടു. മരിച്ചവരുടെ ശരീര അവശിഷ്ടങ്ങൾ വിമാനം തകർന്നയിടത്ത് ഒരു പൊതു ശവക്കുഴിയിൽ അടക്കം ചെയ്യാൻ അധികാരികളും ബന്ധുക്കളും തീരുമാനിച്ചു. 15 പേരുടെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 13 പേരുടെ മൃതദേഹങ്ങൾ പൂർണ്ണ രൂപത്തിലുണ്ടായിരുന്നു. 1973 ജനുവരി 18 പുരോഹിതന്മാരും മറ്റു 12 പേരും അപകട സ്ഥലത്തെത്തി. എന്നാൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർ താമസിച്ചിരുന്നിടത്ത് നീളത്തിലും വീതിയിലും വലിയൊരു കുഴിമാടമുണ്ടാക്കി അവിടെ അവരെ അടക്കം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ആ സ്ഥലത്ത് കല്ലുകൊണ്ട് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ അവർ ഒരു ശിലാഫലകം സ്ഥാപിച്ചു. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർ കത്തിച്ചു കളഞ്ഞു.
ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവർ തുടക്കത്തിൽ കടുത്ത നിരാശയിലേക്ക് വീണുപോയി. പ്രത്യേകിച്ച് അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട നാൻഡോ പറാഡോ ഇനി താൻ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ച് വിഷാദത്തിലായി. എന്നാൽ തനിക്ക് ലഭിച്ചത് രണ്ടാം ജന്മമാണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്തു. ജീവിതത്തെ കൂടുതൽ വാശിയോടെ കാണാൻ, പോരാടി നിൽക്കാൻ ആ 72 ദിവസം തന്നെ സഹായിച്ചുവെന്ന് പിന്നീട് അയാൾ പറഞ്ഞിരുന്നു. രക്ഷപ്പെട്ടെത്തിയ നാൻഡോ ഒരു റേസിംഗ് കാർ ഡ്രൈവറായി. ഇപ്പോൾ അയാൾ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. 72 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്താനായി ഹെലികോപ്റ്റർ വരുന്നത് കണ്ടപ്പോൾ തൻ്റെ സുഹൃത്തുക്കളുടെ മുഖത്തുണ്ടായ ആഹ്ലാദത്തോളം മനോഹരമായ മറ്റൊരു കാഴ്ച താൻ പിന്നീട് ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് വിവരിക്കാനുള്ള വാക്കുകൾ തനിക്ക് അറിയില്ല എന്നും നാൻഡോ പറയുന്നു. റോബർട്ടോ കനീസ തൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉറുഗ്വേ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ ഹൃദ്രോഗ വിദഗ്ധനായി പ്രവർത്തിക്കാൻ തുടങ്ങി. കാർലോസ് ലോകയാത്രയിലാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരു പ്ലെയിൻ ക്രാഷിന് തയ്യാറായിരിക്കണമെന്ന് കനീസ പറയുന്നു. 2009 ഉറുഗ്വൻ ജേർണലിസ്റ്റ് ഇവരുടെ അനുഭവം സൊസൈറ്റി ഓഫ് ദ സ്നോ എന്ന പേരിൽ ബുക്കാക്കി. പിന്നീട് 2023 ഇതേ പേരിൽ ഇവരുടെ കഥ സിനിമയായി മാറി. ഇന്ന് വിമാനം തകർന്ന സ്ഥലം ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഇടമായി മാറിയിരിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ ടൂർ കമ്പനികൾ ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നു. ഇന്നായിരുന്നെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു എന്നും കൂടുതൽ ആളുകളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നും നാൻഡോ ഓർക്കുന്നു. എന്നിരുന്നാലും ലോക അതിജീവന കഥകളിൽ ഉറുഗ്വൻ വിമാന അപകടവും 72 ദിവസം നീണ്ടുനിന്ന അവരുടെ അതിജീവനവും എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും. കാരണം കനത്ത മഞ്ഞിനെ പ്രതിരോധിക്കാൻ വസ്ത്രങ്ങളില്ലാതെ, വെള്ളവും ആഹാരവുമില്ലാതെ, കൃത്യമായ മെഡിക്കൽ സപ്പോർട്ടില്ലാതെ വിമാനം തകർന്നു വീണപ്പോൾ ഉണ്ടായ ഒടിവുകളോടെയും മുറിവുകളോടെയും 16 മനുഷ്യർ 72 ദിവസം ആൻഡീസ് പർവ്വതനിരയിൽ അതിജീവിച്ചിരുന്നു എന്നത്, വിശപ്പടക്കാൻ അവർ തങ്ങളുടെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ടവരെയും ഭക്ഷിച്ചിരുന്നു എന്നത് ഒരു കെട്ടുകഥയ്ക്ക് സമാനമാംവിധം അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ അതിജീവന കഥകളിൽ ആ 16 പേരുടെ കഥ എക്കാലവും വേറിട്ടു തന്നെ നിൽക്കും.